ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു പിക്ക് ആൻഡ് ഈറ്റ്. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ಗೊತ್ತಾಯ್ತಿಕ್ಕು ಅಲ್ಲೇ. ಸೊ ನೋಕೊಂಬತ್ತಿಗೆ ಪಿಡಿಯಾವುದು ಬಿರಿಯಾನಿ. ಬಟ್ ಈ ಬಿರಿಯಾನಿ ಟೋಟಲಿ ಡಿಫ್ರೆಂಟ್ ಟೈಪ್ ಇದು. ಇದ್ರೆ ವರ್ಕ್ ಆಯಂಗೂ നിങ്ങൾ ട്രൈ ആക്കൂ. ನಂದು പിന്നെ എൻ്റെ മോൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ഒരു ഡിഷസ് ചെന്നെങ്കിൽ ബിരിയാണി ആയിത്തിക്ക്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിಗೂ ബിരിയാണി ತಿನ್ನೋವು ಅತ್ತರ ಲೈಕ್ ಆಕ್ರ. ಸೊ ಇಂದത്തെ ರೆಸಿಪಿ ನಾನು ನಿങ്ങളೊಟ್ಟಿಗೂ ഒരു എർച്ചിരി ബിരിയാണിയുടെ ഷെയർ ആക്കറേ. ടോട്ടലി ആയിട്ട് ഡിഫ್ರೆಂಟ್ ರೆಸಿಪಿ ಇದು. മസ്റ്റ് ട്രൈ ആക്കണം നിങ്ങൾ. ഇപ്പം ഇൻഗ്രീഡിയൻസ് എല്ലാം നോക്കിയോളുക. ഞാൻ ഒരു ചെറിയ ബൗളിൻ്റെ അത്ര ഷലോട്ടും 5 വെല്ലുള്ളിയെ ഇങ്ങനെ ഫൈൻ ആക്കിയിട്ട് പേസ്റ്റ് ആക്കി എടുത്തോണ്ടേ. അതിക്ക് ഒരു ഞങ്ങൾ ചെറിയ ബൗളിൻ്റെ അത്ര ഒരു ഇഡ്ഡലിയുടെ കിണ്ണറത്ര കേർഡ് ഇട്ടിട്ട് അതിലും നല്ല പേസ്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ ഫൈനായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് വെച്ചോളുക. ನಾನಿവിടെ ഒരു 1/2 kg ഇരത്തര ഇറച്ചി എടുത്തോണ്ടേ. അതിൽ നല്ല വിനിഗറും സോൾട്ട് ഇട്ടിട്ട് സോക്കാക്കി വെച്ചിട്ട് നല്ല തണ്ണിൽ കലക്കിയിട്ട് അതിൽ പിന്നെ ഉപ്പിട്ടിട്ട് ഞങ്ങൾ വേവാട്ടുക. ഞാനിവിടെ മഞ്ഞളുടെ പൊടി ഇട്ടിട്ടില്ല. 8 സിറ്റി ആക്കിയാളുക. ഞങ്ങൾ ഇറച്ചി ಬೇಗ ಬೇವರು ಟೈಮ್ ഒരു 6 സിറ്റി ആക്കിയെങ്കിൽ എന്നുവെച്ചാൽ ഞങ്ങൾക്ക് 80% മാത്രമേ ഇറച്ചിയിൽ വേവാട്ടി എടുക്കണം. ബാക്കിയിൽ ഞങ്ങൾ പിന്നെ ഫ്രൈ ആക്കിക്കൊണ്ട് അത് കഴിത്ത് പിന്നെ ഞാൻ ചോറും ആക്കുക വെച്ചേരെ. ചോറ് അങ്ങനെ ആക്കರೆ ಅದರ ರೆಸಿಪಿ ನಾನು ನನ್ನ ವೀಡಿಯೋಲು ಇದಕ್ಕೆ ಮುನ್ನೋರು ಇಟ್ಟೆ ಬಿರಿಯಾನಿയിൽ നിങ്ങൾ പോയിട്ട് നോക്കുക. ಅದರ ಲಿಂಕ್ ನಾನು ಡಿಸ್ಕ್ರಿಪ್ಷನ್ ಬಾಕ್സിൽ ತಂದೆ. ಅದು നിങ്ങൾ ವರ್ಕ ಮಸ್ಟ್ ಟ್ರೈ ಹಾಕರು. ಭಾರಿ നല്ല അവിടെ ബിരിയാണി. ಅದರ ಒಟ್ಟಿಗೆ ನಾನು ഒരു 2 നീരുള്ളിയെ ಬಿರಿಸ್ತಾ ಹಾಕಿയോಳ್ದೆ. അത്രത്തോളം ഞങ്ങൾ ഇറച്ചി വെന്തര് അതിൽ എടുത്തിട്ട് ഞാൻ ഒരു സൈഡിൽ വയ്ക്കിற സ്റ്റോക്ക് ഞങ്ങൾ സൈഡിൽ വേറെമേ സ്റ്റോർ ആക്കിയോളുക. പിന്നെ ഞങ്ങൾക്ക് ಬೇನಾವರು ಅದಕ್ಕೈತು. പിന്നെ ഇവിടെ ഒരു ಕೆಟ್ಟಿರತ್ತೆ ನಾನು ಸಬ್ಬಕ್ಕಿ ಸೊಪ್ಪು എടുത്തോണ്ടರೆ ಅದ್ರ ಸಣ್ಣಾಗಿ ಮುರ್ಚೋಲುವ. ಕಲ್ಗಿತ್ತು ಮುರಿಕೋರು ಮುಚ್ಚಲ್ പിന്നെ ಕಲ್ಗೋಗು ತೀರ അത്രത്തോളം ഞങ്ങൾ ബിരിഷ്ത ഉണ്ടല്ലേ നല്ല ഗോൾഡൻ കളർ പല ആയിര് അതിൽ എടുത്തിട്ട് ഞങ്ങൾ തവല ಬೇಕುವ. എക്സ്ട്രാ ഓയിലെല്ലാം ഇളിഞ്ഞു പോണ്ടു. അതേ ഓയിലിൽ ഞാനിവിടെ ഒരു 2 വലിയ സൈസിലെ പൊട്ടാറ്റോറെ എടുത്തിട്ട് 4 പീസസിൽ കട്ടാക്കിയോണ്ടരെ അതിൽ നല്ല ഞങ്ങൾ ഗോൾഡൻ കളർ പല ഫ്രൈ ആക്കി എടുക്കുന്നു. ഒരു 70% അത്ര ഞങ്ങൾ കുക്കാക്കിയോലോന്നു. അതിൽ നടുവിൽ ഒട്ടൊಟ್ಟಿಗೆ ನಾನು റൈസും ചെക്കാക്കിയോണ്ടില്ലേ. റൈസ് ഓവർ കുക്കായങ്കൊണ്ടല്ലേ മടി ಅವರು ചോറ് പിന്നെ അരിയും പൊടി ಅವರು ബിരിയാണി ಅವರು നല്ലതായിട്ട് ലുക്കും വണ്ടില്ല. ഇത്രത്തോളം ഞങ്ങൾ പൊട്ടാറ്റോ ഉണ്ടല്ലേ വെന്തത് ഇവിടെ ഇത്ര ആകുമ്പോഴത്തേക്കും നിങ്ങൾ എടുത്ത് വിടണു. ഇല്ലെങ്കിൽ പൊട്ടാറ്റോ പിന്നെ നിങ്ങൾക്ക് റൈസ് മിക്സ് ആക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലേ പൊട്ടാറ്റോ പൊടിയായിട്ട് പോവും. അത് കഴിത്ത് സെയിം ഓയിലിൽ ഞങ്ങൾ വേവാട്ടി വെച്ചിരുന്നാലേ ഇറച്ചി അതിൽ ഇട്ടിട്ട് ഞങ്ങൾ ഫ്രൈ ആക്കി എടുക്കുക. ഇറച്ചിയുടെ മേലെ നല്ല ഒരു ബ്രൗൺ കളർ ബണ്ടത്തോളം ഞങ്ങൾ ഫ്രൈ ആക്കിയോളൂ. അതിൽ പിന്നെ ഞങ്ങൾ റൈസ് കൂടെ നോക്കുമ്പോഴത്തേക്കും റൈസ് നല്ല വെന്തര് 75% അത്ര സമ കുക്കായിര്. ഇതിൽ എടുത്തിട്ട് ഞാൻ ഡ്രെയിൻ ആക്കി വിടുറേ. അതിൽ പിന്നെ അതെല്ലാം ഹദ്ദായിട്ട് ചപ്പയാവും റൈസ്. ബാക്കിയിൽ ഞങ്ങൾ ദമ്മിൽ വേക്കുമ്പോൾ കറക്റ്റ് ആവും. ഇവിടെ ഇറച്ചിയും സമായിട്ട് ഫ്രൈ ആയിര്. ഇത്രയും എടുത്തിട്ട് ഞാൻ തവത്തെ മേൽ വെച്ച് വിടുറേ. എക്സ്ട്രാ ഓയിലെല്ലാം ഉണ്ടല്ലേ അപ്പം ഇളിഞ്ഞു പോകണ്ടു. ആ തവത്തിൽ ഇക്കറ് ഞങ്ങൾ ഇറച്ചിയിൽ ചെമ്മ പസക്കിട്ടില്ല. പിന്നെ ഞങ്ങൾ ഗീയും ആഡ് ആക്കറല്ലേ അത് കഴിത്ത് ಇದೇ ಸೇಮ್ ಆಯಿಲ್ ഞങ്ങൾ പേസ്റ്റ് ആക്കി വെച്ചതല്ലേ ഓണിയൻ വെല്ലുള്ളി കേർഡ് ഇട്ടിട്ട് അതിൽ ഇട്ട് വിടുക. ഇടുമ്പോഴത്തേക്ക് കൈയെല്ലാം ജാഗ്രത ആക്കരു. കേർഡിൽ തന്നി ഇക്കറ് ഓണിയൻ്റെ തന്നി ഇക്കറ് അതെല്ലാം ഞങ്ങൾ മേലിಗೆ പാറ ಚಾನ್ಸಸ್ ഉണ്ട്. അത് കഴിത്ത് സ്ലോ ഫ്ലെയിം ಬೇಕೋರು എപ്പം ഇത് ഇടുമ്പോഴത്തേക്ക് ഇട്ടിട്ട് ഞങ്ങൾ മിക്സ് ആക്കിയോണ്ട് ഇതിൽ തെന്നാര വേവാട്ടി എടുക്കണം. ഒരു 5 നിമിഷം അങ്ങനെ മിക്സ് ആക്കിയോണ്ട് വേവാട്ടണം. അത് മേൽಗೆ പാറ് കൈയെല്ലാം നല്ല ಜಾಗ್ರತೆ ಹಾಕೋರು. 1 ಟೀಸ್ಪೂನ್ ಅತ್ತರ ಉಪ್ಪಿಟ್ಟುಂಟುಲ್ಲೆ ಟೇಸ್ಟ್ಗೆ ಅಕಾರ್ಡಿಂಗ್ ಆಯಿತು നല്ല ഇട്ടിട്ട് ഞങ്ങൾ വേവാട്ടിയിട്ട് ഒരു 5 നിമിഷം ഞങ്ങൾ ഇതിൽ മുച്ചി വെച്ചിട്ട് അതിൽ കളർ ചേഞ്ച് ആവടത്തോളം പിന്നെ ഓയിലെല്ലാം മേൽ പണ്ടത്തോളം ഞങ്ങൾ മുച്ചി വെച്ചിട്ട് വേവാട്ടണം. ഇങ്ങനെ ഓയിലെല്ലാം സെപ്പറേറ്റ് ആയിട്ട് മേൽ വന്നപ്പോൾ ഇതിക്ക് ഞാൻ 4 ടൊമാറ്റോയെ ലാർജ് സൈസിൽ 4 ടൊമാറ്റോയെ പേസ്റ്റ് ആക്കിയിട്ട് ഇട്ടോണ്ടേ. ഇവിടെ എനിക്ക് എടമയായോണ്ടില്ല ಅಂತ ಸೊ ನಾ വലിയ இடத்துக்கு ഷിഫ്റ്റ് ആക്കിയ പിന്നെ റൈസ് എല്ലാം ലെയർ ആക്കുമ്പോഴത്തേക്കും ಬೇನಾವರು ಉಂಟು ಮುಚ್ಚಿ വെച്ചിട്ടാണ് ലോ ഫ്ലെയിമിൽ ഞാൻ 15 നിമിഷം വേവാട്ടി എടുത്തോണ്ട്. അപ്പോൾ ഇതിൽ ഓയിലെല്ലാം മേൽ വന്ന് മസാല എല്ലാം ഓൾമോസ്റ്റ് തെല്ല് ഡ്രൈ ആയി
ഇപ്പം ഇതിಗೆ 1 ടീസ്പൂണിൻ്റെ അത്ര ഞാൻ ഇഞ്ചിയുടെ പേസ്റ്റ് ഇട്ടിട്ട് പാടെ നല്ല മിക്സ് ആക്കിയിട്ട് ഞങ്ങൾ ഒരു 5 നിമിഷം മുಚ್ಚಿ വെച്ചിട്ട് പാടെ വേവാട്ടിയെടുക്കുക. ഇഞ്ചിയുടെ സ്മെല്ലെല്ലാം പോന്നു. 5 ನಿಮಿಷ ಬಿಟ್ಟಿತ್ತು ഞങ്ങൾ ಚೆಕ್ ಹಾಕೋಮತ್ತಿಗೂ ഇവിടെ ഓയിലെല്ലാം മേൽ വന്നൊരു നിങ്ങൾക്ക് കാണുമತ್ತಿಗೂ ಗೊತ್ತಾവും. പിന്നെ മസാല ഓൾമോസ്റ്റ് ഡ്രൈ ആയിട്ട് ಸೊ ಇನ್ನೇ ನೋಡ್ಕೊಂಬತ್ತಿಗೂ ನಿಂಗೆ പിടിയാവും. ഇങ്ങനെ ആവുന്നു മസാലയുടെ തണ്ണിയെല്ലാം പോയിട്ട് ഓയിലെല്ലാം സെപ്പറേറ്റ് ആയിട്ട് മസാല എടുത്തിട്ട് ಬಿಡೋನು. അപ്പം ഞങ്ങൾ സബ്ബಕ್ಕಿ ಸೊಪ್ಪು ಮುಚ್ಚಿ വെച്ചിരല്ലേ ಅದರೆಲ್ಲ ഇട്ടിട്ട് നല്ല മിക്സ് ആക്കുക. മിക്സ് ആക്കിയിട്ട് ഒരു 5 നിമിഷം ಆದರೆ മിക്സ് ആക്കിയിട്ട് വേവാട്ടി എടുക്കുന്നു. ಆದರೆ പച്ചമന തെല്ലാം പോയിട്ടാകുമ്പത്തേಗೂ ഇതിಗೆ ഞങ്ങൾ വേവാട്ടി വെച്ച ഇറച്ചി ഉണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെ നോക്കൊരു എത്ര വെന്തിരുന്നിട്ട് ഇന്നും ഇതിൽ 20% അത്ര കുക്കാവുക ബാക്കിയുണ്ട്. അത് ഇട്ടോളുക. പിന്നെ പൊട്ടാറ്റോ ഉണ്ടല്ലേ അതും എല്ലാം ഇതിಗೆ ഇട്ടോളുക. നക്കും എൻ്റെ മോനുಗೂ നല്ല ഇറച്ചി വേവണം. അപ്പം നല്ല അവಳು തിന്നോಗು. ബാക്കി ഇങ്ങനെ മടിയും ആവുക തീര. ബിരിയാണിയിൽ ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും പീസും കിട്ടണം. ബട്ട് ഇറച്ചി നല്ല സോഫ്റ്റ് ആയിട്ട് ജ്യൂസി ആയിട്ട് ഇരിക്കണം. ಅದಕ್ಕೆ ഞങ്ങൾ സ്റ്റോക്ക് എടുത്ത് വെച്ചിരുന്നല്ലേ അത് ഇട്ടോണ്ട് മിക്സ് ആക്കിയിട്ട് നോക്കിയിട്ട് ഇടോನು. നിങ്ങൾക്ക് എത്ര മസാಲೆಗೆ ಬೇನಾವು ಅತ್ತರ ನಾನಿവിടെ 1 ಗ್ಲಾಸ್ ಹತ್ರ ಸ್ಟಾಕ್ ಇಂತಲ್ಲ ಅದು ಎಲ್ಲವೂ ಇಟ್ಟರೆ ഇവിടെ ബാക്കിയുടെ മസാല ആകുമ്പോഴത്തേക്കും സമാവുಡು. അതിಗೆ ഇപ്പം ഞാൻ ഇതിಗೆ 2 ടീസ്പൂണിൻ്റെ അത്ര ഹോം മെയ്ഡ് ബിരിയാണി മസാല ഇട്ടರೆ പിന്നെ 2 ടീസ്പൂണിൻ്റെ അത്ര ഹോം മെയ്ഡ് ಗರಂ ಮಸಾಲ ಇಟ್ಟರೆ ಇದು ನಾನು ಅವತ್ತಲು ನಂದು ಇಂಗ್ರೀಡಿಯೆಂಟ್ಸ್ൽ ನಂದು ಸೀಕ್ರೆಟ್ ಮಸಾಲ ಐತಿಕ್ಕರೆ ಇದರ ಲಿಂക്കും ನಾನು നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തൻ്റെ പ്ലീസ് പോയിട്ട് ആക്കൊരു. ഇത് ഇട്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ മസാലയും ഇട അകത്തെ ഇക്കില്ല. കൂടെ ഞാൻ 2 ലെമൻ്റെ ജ്യൂസ് ഇട്ടോണ്ടുള്ള അത് ഇട്ടിട്ട് ഞങ്ങൾ ഇതെല്ലാം മസാലയിൽ നല്ല മിക്സ് ആക്കിയിട്ട് വേവുക വെച്ച് ಬಿಡುವ. ഈ ഹോം മെയ്ഡ് ബിരിയാണി മസാലത്തെ ഓർക്കാൻ നിങ്ങൾ ജറൂർ ട്രൈ ആക്കൂ. നിങ്ങൾ പിന്നെ പുറത്ത് ബിരിയാണിൻ്റെ പൗഡർ കൊണ്ടുവന്ന് ജറൂറത്തിക്കില്ല. ഇത്ര നല്ലതും ടേസ്റ്റി ആയിട്ട് ബിരിയാണി റെഡി ആവുള്ളൂ. നിങ്ങൾ എല്ലാ ദാവത്തിലും ഈദിലും എല്ലാം ആക്കുക നിങ്ങൾക്ക് ചെമ്മ ഹെൽപ്പ് ആവും. ಸೊ ഓർക്കുക ഇದ್ರೆ ജറൂർ നിങ്ങൾ ട്രൈ ആക്കി നോക്കൂ. പിന്നെ ಬಂದು കമൻറ്റ് ആക്കുക മറക്കണ്ട. ഇದ್ರೆ മുಚ್ಚಿ വെച്ചിട്ട് ഞാൻ 15 നിമിഷം ಬೇಬಾಟಿ എടുക്കರೆ. കൂടെ 15 മിനിറ്റ്സിൽ പിന്നെ ഞാൻ ഒരു 2 കായ്മുളത്തെ സ്ലിറ്റ് ആക്കിയിട്ട് കട്ടാക്കിയിട്ട് ഇട്ടിട്ട് പാടെ ഒരു 2 നിമിഷം ഇದ್ರೆ മുಚ್ಚಿ വെച്ചിട്ട് വേവാട്ടി എടുക്കರೆ. അത്ര ആകുമ്പോഴത്തേക്കും നല്ല പഴച്ചിട്ട് ഓയിലെല്ലാം മേൽ സെപ്പറേറ്റ് വന്നൊരു ഓൾമോസ്റ്റ് അതിൽ സ്റ്റോക്കും ബത്തിര് നക്ക് എത്ര മസാല വേണിയിട്ട് അത്ര മസാല റെഡി ആയിട്ടുണ്ട്. അതിൽ പിന്നെ കുക്കാക്കി വെച്ച റൈസ് ഉണ്ടല്ലേ അതിൽ ലെയർ ആക്കിയോളുക. അത് റൈസ് ലെയർ ആക്കുമ്പോഴത്തേക്കും കായ്മുളവും ഹോൾ സ്പൈസസ് എല്ലാം കിട്ടിയെങ്കിൽ അതെല്ലാം റിമൂവ് ആക്കിയോളൂನು. പിന്നെ റൈസിന് മേലിಗೆ ബിരിഷ്ടവും കൊത്തമ്പരി ചൊപ്പ് ഞങ്ങൾ ಹಾಕಿರಲ್ಲಿ അതിൽ ലെയർ ആക്കിയിട്ട് യെല്ലോ ഫുഡ് കളർ ഉണ്ടല്ലേ അതിൽ ഇടൊരു. വേണമെങ്കിൽ ഗ്രീനും റെഡും നിങ്ങൾക്ക് യൂസ് ആക്കാം. നിങ്ങൾക്ക് അങ്ങനെ മനസ്സ് വേണ്ട അങ്ങനെ ലെയർ ആക്കാം. ഞാനിവിടെ യെല്ലോ കളറിൽ ഫുഡ് കളർ ഇട്ടോണ്ടുള്ള അതിൽ പിന്നെ ഡ്രൈ ഗ്രേപ്സ് ഉണ്ടല്ലേ ദ്രാക്ഷി അത് ഇട്ടರೆ അതിൽ പിന്നെ പാടെ സെക്കൻഡ് ലെയർ സെയിം ഞങ്ങൾ റൈസിಗೆ അങ്ങനെ ഫസ്റ്റ് ആക്കിര അതേപോലെ ആക്കിയോളൂನು. ഇവിടെ ഗ്യാസിൽ ഫ്ലെയിം ഉണ്ടല്ലേ ലോയിൽ വെച്ച് ಬಿಡೋರು. ഇല്ലെങ്കിൽ മസാല അവിടെ വെന്തോണ്ട് കരിഞ്ഞു പോകേണ്ട ചാൻസസ് ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് പാടെ ദമ്മിൽ വേക്കുണ്ടല്ലേ 15 മിനിറ്റ്സ്. അപ്പം മസാല അലക്ക ചൊമ്മ ഡ്രൈ ആയിട്ട് പോവും. റൈസ് എല്ലാം സെറ്റാക്കിയ പിന്നെ ಗೀ ಆ್ಯಡ್ ಆಕಿ ಬಿಡೋರು. ನಾನು 2 ಟೇಬಲ್ ಸ್ಪೂನ್ ಹತ್ರ ಗೀ ಇಟ್ಟರೆ ಚೊಮ್ಮೆ ರೈಸ್ ಡ್ರೈಯೂ ಆവുತೀರ ಚೊಮ್ಮೆ പസ പലയും ഇക്കോത്തീര ഈക്വൽ ആയിട്ട് ഇക്കോളൂ. അപ്പം ഒരു ബിരിയാണി ഒരു നല്ല ഒരു ടെക്സ്ചറും നല്ല ഒരു ടേസ്റ്റ് ആയിട്ട് ಬಂದು അതിൽ പിന്നെ ഐരൻ്റെ തവ വെച്ചോളുടെ അതിൽ പിന്നെ ഈ പോട്ട് അതിൽ മേൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഞാൻ 15 മിനിറ്റ്സിಗೆ ദമ്മിൽ വേക്കರೆ. ഞാനിവിടെ നൻ്റെ എപ്പം ഞാൻ സ്മോക്ക് കൊടുക്കറല്ലേ മഡ് പോട്ട് ಅದಕ್ಕೆ ತೆಲ್ಲಿ ಎಣ್ಣೆ ಇಟ್ಟರೆ ಚಾರ್ಕೋಲ್ಡೆ ಬೆಚ್ಚಾಕಿತ್ತು ಅದಕ್ಕೆ ಬೆಚ್ಚಿಟ್ಟು ಮುಚ್ಚಿಟ್ಟು ಬಿಟ್ರೆ അപ്പം ಅದರ സ്മോക്ക് എല്ലാം ബിരിയാണിക്ക് നല്ല ಬಂದು ഞാൻ ഒരു 5 മിനിറ്റ്സ് പിന്നെ ഓപ്പൺ ആക്കി താകുമ്പോഴത്തേക്കും നല്ല സ്മോക്ക് വന്നു കഴിഞ്ഞിട്ട് ആ മഡ് പോട്ടർ മാത്രം ഞാൻ എടുത്തിട്ട് പുറത്ത് വെച്ച് ಬಿಟ್ಟೆ. അതിൽ പിന്നെ ബിരിയാണിൻ്റെ ഞാൻ നല്ല ലെയർ ആയതിൽ ചെക്കാക്കിയോണ്ട് നല്ല ദമ്മിൽ സമാ ಬೆಂದು ತಿಂತು ബിരിയാണിൻ്റെ റൈസ് എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടും ജ്യൂസി പോലെയും കണ്ടുകൊണ്ടിരുന്നിട്ട് നല്ല സോഫ്റ്റ് ആയി തിന്നിട്ട് റൈസിൽ
ಒಪ್ಪೊಮ್ ನಿಂಗ ಮಿಕ್ಸ್ ಆಕೊಮತ್ತಗು ಸ್ಪೂನ್‌ದೆ ಕೀಲ್ಗ್ ಸೈಡ್‌ಗೆ ಇಟ್ಟಿತ್ತು ಮೇಲ್ಗ್ ಹಾಕೋನು ಅಪ್ಪ ರೈಸ್ ಇಂದ್ರ ಅವಡು പൊടിയും ആവില്ല അതിരെ ഫുള്ള് ഓപ്പൺ ആയിട്ട് ഞങ്ങൾക്ക് റൈസ് കിട്ടും സോ ഞങ്ങളെ ಬೆಚ್ಚ ബിരിയാണി റെഡി ആയിട്ട് ഇതിരെ ഓർക്കാൻ നിങ്ങൾ ജറൂർ ട്രൈ ആക്കൂ നിങ്ങളെ ഫാമിലിയും ഫ്രണ്ട്സിനൊട്ടും എൻജോയ് ആക്കൂ ഞാനും എൻ്റെ മോനും നല്ല എൻജോയ് ആക്കിರ ഞങ്ങൾ ദാവത്തിൽ മങ്ങിൽത്തോടെല്ലാം തിന്നರಲ್ಲಿ അതേപോലെ ആയിട്ട് ഒരു നല്ല തെല്ല് ഡിഫറെൻറ്റ് ടൈപ്പിലായിട്ട് ബിരിയാണി റെഡി ആയിട്ട് ಬೆಚ್ಚ ಸರ್ವ್ ಆಕರು നിങ്ങൾക്ക് ನಂದು ರೆಸಿಪಿ ವೀಡಿಯೋಸ್ ಲೈಕ್ ಆയെങ്കിൽ ಶೇರ್ ಆಕರು ಫ್ರೆಂಡ್സും ಫ್ಯಾಮಿಲಿರೊಟ್ಟಿಗೂ ಲೈಕ್ ಆಕರು ಸಬ್ಸ್ಕ್ರೈಬ್ ಆಕು ಮರಕಂಡ ಥ್ಯಾಂಕ್ ಯು ಫಾರ್ ವಾಚಿಂಗ್.